ഹലോ, ഇന്നൊരു ഗ്ലൂട്ടത്തയോൺ ഡ്രിങ്കാണ്. നമ്മുടെ സ്കിന്നിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ഹെയറിനും വെയിറ്റ് ലോസിനും എല്ലാത്തിനും കൂടി പറ്റിയ ഒരു ഡ്രിങ്കാണ്. കുക്കുംബർ എടുത്തിട്ടുണ്ട്, 2 ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്, 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 10-12 നെല്ലിക്ക, പിന്നെ ഒരു വലിയ പൊമഗ്രാനൈറ്റ്, പിന്നെ ഒരു പൈനാപ്പിൾ ഫുള്ള് വേണ്ട, ഒരു ഹാഫ് പോർഷൻ മതി. പൈനാപ്പിൾ സ്വീറ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലെങ്കിൽ നമുക്കിത് കുടിക്കുമ്പോൾ ഒരു ചവർപ്പ് പോലും കുടിക്കാൻ തോന്നില്ലല്ലോ. പൈനാപ്പിൾ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കൊണ്ട് നമുക്ക് കുടിക്കാൻ തോന്നും. ഫസ്റ്റ് ഞാൻ ക്യാരറ്റിനെയും ബീട്രൂട്ടിനെയും കുറച്ച് വാട്ടർ ആഡ് ചെയ്തിട്ട് ഒന്ന് ജ്യൂസാക്കി എടുക്കുന്നുണ്ട്, സ്ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് വെള്ളം ആഡ് ചെയ്യേണ്ട, ഒരു ഹാഫ് ഗ്ലാസ്. പിന്നെ നമ്മുടെ നെല്ലിക്ക നമ്മുടെ ഹെയർ ഗ്രോത്തിനൊക്കെ വേണ്ടി നല്ലതാണ്, സ്കിന്നിന് നല്ലതാണ്. ഇഞ്ചി അറിയാമല്ലോ, ഇഞ്ചിയുടെ ഇമ്പോർട്ടൻസ്. എന്നിട്ട് ഇത് രണ്ടും കൂടി കുറച്ച് വാട്ടർ ആഡ് ചെയ്തിട്ട് അതിനെയും സ്ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട, കുറച്ച് തന്നെ മതി. പിന്നെ പൈനാപ്പിളിൽ നമുക്കറിയാമല്ലോ വൈറ്റമിൻ എയും സിയും റിച്ച് ആണ്. അതിനെ കുറച്ച് വാട്ടർ ആഡ് ചെയ്തിട്ട് ഇതാക്കി എടുക്കുന്നുണ്ട്. നമുക്ക് നല്ല സ്വീറ്റ് കിട്ടും. ഹണി ഒന്നും ആഡ് ചെയ്യല്ല, ഹണി നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇത് പൈനാപ്പിൾ എടുപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ, അതുകൊണ്ട് പറയാം. പിന്നെ കുക്കുംബർ എന്തിനാ, വെയിറ്റ് ലോസിന് വേണ്ടി നല്ലതാണെന്ന് അല്ല പറയുക. അപ്പോൾ കുക്കുംബർ ആഡ് ചെയ്തു. പിന്നെ പൊമഗ്രാനൈറ്റും നമുക്ക് ബ്ലഡ് വെക്കാനും അതൊക്കെ നല്ലതാണ്. കണ്ടോ, എല്ലാത്തിൻ്റെയും ജ്യൂസ് ഞാൻ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകിച്ച് മെഷർമെൻറ്റും കാര്യങ്ങളൊന്നുമില്ല, നമ്മളെല്ലാം എടുത്തു എന്ന് മാത്രം. ഇപ്പോൾ എനിക്ക് 1.5 ഗ്ലാസ് ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ബീട്രൂട്ട് ക്യാരറ്റ് ജ്യൂസ്. പിന്നെ ഒരു ഗ്ലാസ് പൈനാപ്പിൾ, പിന്നെ ഒരു 3/4 ഗ്ലാസ് കുക്കുംബർ ജ്യൂസ്, പിന്നെ നെല്ലിക്ക ജ്യൂസ് ഒരു അര ഗ്ലാസ് ഇത് കിട്ടിയിട്ടുണ്ട്. പൊമഗ്രാനൈറ്റിൽ വെള്ളം ആഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് അതിൻ്റെ എക്സ്ട്രാക്റ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ, അതൊരു ഹാഫ് ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഒരു ലെമൺ, ഇത് നമ്മൾ വീട്ടിലുണ്ടായ നാരങ്ങ കേട്ടോ, അതിനെ ഫീസ് ചെയ്ത് ഒഴിക്കേണ്ട. കുരു വീഴാണ്ട് ശ്രദ്ധിക്കുക, കുരു വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം നമ്മൾ കുറച്ച് ദിവസം വെക്കുകയല്ലേ. അങ്ങനെ അതേം ഫീസ് ചെയ്ത് ഒഴിച്ചിട്ടുണ്ട്. എൻ്റെ നിന്ന് ഒരു കുരു ചാടി, ലാസ്റ്റ് ഞാൻ സ്ട്രെയിൻ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ മാറ്റിവെച്ചു. ഇത് ഞാൻ ഐസ് ക്യൂബ് ആക്കുന്നില്ല, എല്ലാവരും ഐസ് ക്യൂബ് ട്രെയിലാക്കിയിട്ടല്ല വെക്കുക, ഞാൻ അങ്ങനെ ആക്കുന്നില്ല. ഞാൻ ഡയറക്റ്റ് ഒരു ബോട്ടിലാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് കുടിക്കാമല്ലോ. അങ്ങനെ കുരു പെട്ടിട്ടുണ്ട്, എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യാം. എന്നിട്ടൊരു കുപ്പിയിലാക്കി അടയ്ക്കുക. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു വീക്കൊക്കെ നിന്നോളും. ഒരു വീക്ക് നിൽക്കുമെന്നാണ് എനിക്ക് ഡൗട്ട്, കാരണം അപ്പോൾ കുടിക്കുന്ന കാരണം. രാവിലെയും വൈകിട്ടും കുടിച്ചാൽ നല്ലത്. എനിക്കിത് എത്രത്തോളം കൺസ്യൂം ചെയ്യാവോ ഒന്നും എനിക്കറിയില്ല, കാരണം നമുക്ക് എല്ലാം നല്ലതാണല്ലോ, അപ്പോൾ ബുദ്ധിമുട്ടുണ്ടെന്ന് വരില്ല. എന്നിട്ട് കുപ്പിയിലാക്കി തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. എല്ലാ ദിവസവും മോർണിംഗിൽ എംപ്റ്റി സ്റ്റൊമക്കിൽ ഇതൊരു കുറച്ചൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. ബാക്കി വാട്ടർ ആഡ് ചെയ്തിട്ട് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര റിഫ്രഷ്മെൻ്റ് ആയിരിക്കും. ആ ഒരു ഡേ ഭയങ്കര രസമായിരിക്കും. സ്വീറ്റ് ഉണ്ടല്ലോ, മറ്റേതാകുമ്പോൾ ഒരു ചവർപ്പായിരിക്കും, ABC മാത്രം കുടിക്കുമ്പോൾ. ഞാൻ ഇതിൽ ആപ്പിൾ ഇടാൻ മറന്നു കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ആപ്പിളും ആഡ് ചെയ്യാം. അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക.